ചോദ്യം ഇതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നു MCAയേക്കാൾ ബെറ്റർ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന്. ബിക്കോസ് MCAയിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നും. ഇസ് ദാറ്റ് ട്രൂ? ബ്ലാക്ക് പർപ്പിൾ ലീവ്സ് 007 എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന ചോദ്യമാണ്. സോ മനസ്സിലാക്കാനുള്ളത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. MCA ആണോ നല്ലത്, അതല്ല മെഡിക്കൽ കോഡിംഗ് ആണോ നല്ലത്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പായിട്ട്, MCA ചെയ്യുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ മെഡിക്കൽ കോഡിംഗ് വേണോ എന്ന ആ ഒരു കൺഫ്യൂഷന് മുമ്പായിട്ട്, ഈ വ്യക്തി പഠിച്ച ഗ്രാജുവേഷൻ ഏത് എന്ന ചോദ്യം വളരെ വളരെ റെലവൻ്റാണ്. BCA ആണോ എങ്കിൽ ഇതിനുള്ള ആൻസർ വിൽ ബി ഡിഫറെൻറ്റ്. അതല്ല BCAക്ക് പകരം വേറെ ഏതെങ്കിലും ഡിഗ്രി ആണോ? സോ ആൻസർ വിൽ ബി ഡിഫറെൻറ്റ്. സോ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ഏജ്, അതോടൊപ്പം നിങ്ങളുടെ ലോങ് ടേം കരിയർ പ്ലാൻ, അതൊക്കെ തീർച്ചയായിട്ടും വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആൻസറും വളരെ റെലവൻറ്റും മീനിങ് ഫുള്ളുമായിരിക്കും. സോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അസ്യൂമിങ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന വ്യക്തിയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ BCA ആണ് എന്ന് കരുതി. സോ BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. കമ്പ്യൂട്ടർ ടെക്നോളജി മേഖലയിൽ നിങ്ങൾക്ക് ഒരു നല്ല കരിയർ ആഗ്രഹിക്കുന്നെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് മേഖല ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എൻജിനീയറിംഗ് സ്ട്രീമുകളിലോട് താല്പര്യം കുറവാണ്, മാത്തമാറ്റിക്സ് അത്ര ഡീപ്പിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ ഒബ്വിയസ്ലി BCA ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. BCAയും അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് BCA പഠിച്ച് കമ്പ്യൂട്ടർ ടെക്നോളജി മേഖലയിൽ ജോബിലേക്ക് പോകാവുന്നതാണ്. ഏതൊരു ഗ്രാജുവേഷൻ ചെയ്ത കൂട്ടുകാരോടും ഞാൻ പറയുന്ന ഒരു ആൻസർ എന്നുള്ളത്, ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഈ ജോലി ചെയ്യുന്നതിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി പാരാമീറ്റേഴ്സ്, അതായത് ട്രാൻസ്ഫറബിൾ സ്കിൽസ്, അതായത് ഒരു ജോലി ചെയ്യുമ്പോൾ ടെക്നിക്കലായ നോളജ് ഉണ്ട്, സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഫീൽഡ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലുള്ള ടെക്നിക്കൽ നോളജ്, അതുകൂടാതെ ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു ടീമിൻ്റെ ഭാഗമായി പാലിക്കേണ്ട മിനിമം മര്യാദ ഉണ്ട്, അതോടൊപ്പം ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനെ നമുക്ക് എംപ്ലോയബിലിറ്റി സ്കിൽ കൊണ്ട് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒബ്വിയസ്ലി ജോബിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഒരു ജോബിലേക്ക് ഇറങ്ങുമ്പോൾ എംപ്ലോയബിലിറ്റി സ്കിൽ മാത്രമല്ല ടെക്നിക്കൽ സ്കിൽ കൂടി പഠിച്ചെടുക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീപ്പിൽ പിന്നീടൊരിക്കൽ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ദ എഡ്യൂക്കേറ്ററിൽ തന്നെ ഈ ചാനലിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ കാണാവുന്നതാണ്. സോ ഇങ്ങനെ BCA പഠിച്ചതിന് ശേഷം ജോബ് ലഭിക്കാൻ, ആ ഒരു മേഖലയിൽ ജോലി ലഭിക്കാൻ, സ്കിൽ എൻഹാൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് നേടാം, അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിച്ച് നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽ എൻഹാൻസ് ചെയ്യാം, എംപ്ലോയബിലിറ്റി സ്കിൽ എൻഹാൻസ് ചെയ്യുന്നത് പോലെ തന്നെ. അതല്ല, നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, സ്പെഷ്യലൈസേഷനുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഐഡിയൽ ചോയ്സ്, ഏറ്റവും നല്ല ചോയ്സ് എന്നുള്ളത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA തന്നെയാണ്. അതല്ല, നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് മാറി ലൈഫ് സയൻസ്, ബയോളജി മേഖലയിലേക്കാണ് പോകാൻ താല്പര്യമെങ്കിൽ മെഡിക്കൽ കോഡിങ്ങിലേക്ക് ഇറങ്ങാവുന്നതാണ്. മെഡിക്കൽ കോഡിംഗ് എന്നുള്ളത് വളരെ സിംപ്ലിസ്റ്റിക്കായി പറയുകയാണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സിനെ വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കോഡിംഗ് മെത്തഡോളജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാര്യമാണ്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതിന് ശേഷം, ഓട്ടോമേഷൻ്റെ സാധ്യതകൾ കൂടിയതിന് ശേഷം മെഡിക്കൽ കോഡിംഗ് എന്ന മേഖല തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സ്ഫിയറിൽ നിന്നും, ആ മേഖലയിൽ നിന്ന് മാറും എന്ന ഒരു പേടിയും പല കൂട്ടുകാരുടെയും മുമ്പിലുണ്ട്. അത് വളരെ പ്രസക്തവുമാണ്. സോ ഏതായിരുന്നാലും നമുക്ക് വളരെ ചുരുക്കി മനസ്സിലാക്കാനുള്ളത്, മെഡിക്കൽ കോഡിംഗ് എന്ന മേഖല ലൈഫ് സയൻസ്, ബയോളജി മേഖലയാണ്. ഒബ്വിയസ്ലി മെഡിക്കൽ കോഡിംഗ് എന്നുള്ള ആ ഒരു മേഖല സ്പെഷ്യലൈസ്ഡ് മേഖലയാണ്. അതോടൊപ്പം അതൊരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് എന്ന രീതിയിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ.
ഇങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് ലഭിക്കാൻ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു ഷോർട്ട് ടേം അപ്രോച്ചാണ്. അതായത് നിങ്ങൾക്ക് ലോങ് ടേമിൽ നിങ്ങളുടെ ജീവിതം 5 ഇയേഴ്സ് 10 ഇയേഴ്സ് 15 ഇയേഴ്സ് അങ്ങനെയുള്ള ഒരു സ്കെയിലിൽ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ കോഡിംഗ് പഠിച്ചത് കൊണ്ട് നിങ്ങളുടെ കരിയറിൽ കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ പറ്റില്ല. മറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി ലഭിച്ച് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള രീതിയായിട്ട് മാത്രമേ മെഡിക്കൽ കോഡിംഗ് മനസ്സിലാക്കാൻ പറ്റൂ. സോ ചോദ്യം ചോദിച്ചിരിക്കുന്ന വ്യക്തി മെഡിക്കൽ കോഡിംഗ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടുതൽ സ്കിൽസ് നൽകുന്നു എന്നാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അത് ശരിയായ ഒരു കാര്യമല്ല. മറിച്ച് മെഡിക്കൽ കോഡിംഗ് മേഖലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ അറിയേണ്ടത്, ആ ജോലി എങ്ങനെയാണോ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. MCA എന്നുള്ളത് ലോങ് ടേം സൊല്യൂഷനാണ്. അതായത് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഫീൽഡിൽ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ ലോങ് ടേം ആയിട്ട്, അതായത് 5 ഇയേഴ്സ് 10 ഇയേഴ്സ് 15 ഇയേഴ്സ് എന്ന സ്കെയിലിൽ നല്ല ഒരു കരിയർ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ MCA is the best option for a BCA graduate. ഇനി നമുക്ക് നേരത്തെ ചെയ്ത അസംഷൻ, സങ്കല്പം മാറ്റുകയാണ്. BCA അല്ല പഠിച്ചത്, മറിച്ച് വേറെന്തെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് മേഖലയുമായി ബന്ധമില്ലാത്ത ഒരു കോഴ്സാണ് പഠിച്ചതെങ്കിൽ ഈ ഒരു ആൻസറിൻ്റെ പാറ്റേണും മാറും. മറിച്ച് അവിടെ നിങ്ങൾ ബയോളജി പഠിച്ച ഒരാളാണെങ്കിൽ മെഡിക്കൽ കോഡിംഗ് എന്നുള്ളത് വിൽ ബി എ ബെറ്റർ ഫിറ്റ്. അതല്ല വേറെ ഏതെങ്കിലും മേഖലയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ട് എന്താണ് ഉപയോഗം എന്ന കാര്യവും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സോ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, മറിച്ച് ആൻസർ വളരെ കൃത്യമായി പറയുകയാണ്. എങ്കിൽ BCA ആണ് പഠിച്ചതെങ്കിൽ MCA ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതല്ല നിങ്ങൾക്ക് ഷോർട്ട് ടേമിൽ ജോലി ലഭിക്കാനുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ മെഡിക്കൽ കോഡിംഗ് പഠിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് എൻറോൾ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു ചാനൽ കൂടി എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യാനുള്ളത് മെഡിക്കൽ കോഡിംഗ് എന്നുള്ള ആ ഒരു മേഖലയേക്കാൾ ലോങ് ടേം അപ്രോച്ചാണ് നല്ലത്. പക്ഷേ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാനുള്ളത് പല BTech പഠിച്ച കൂട്ടുകാരും, അതായത് BTech കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച, ഇലക്ട്രോണിക്സ് പഠിച്ച, മെക്കാനിക്കൽ പഠിച്ച, സിവിൽ പഠിച്ച പല കൂട്ടുകാർ പോലും മെഡിക്കൽ കോഡിംഗ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇത് അവർക്ക് ഉണ്ടാകുന്ന ഒരു ഇഗ്നോറൻസിൻ്റെ ഭാഗമാണ്. ഏത് എൻജിനീയറിംഗ് മേഖലയിലാണോ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഉള്ളത്, ട്രെയിൻഡ് ആയിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കേഷൻ നേടി ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ടേം ബെനിഫിറ്റ് ലഭിക്കും. അതായത് നിങ്ങൾക്ക് പിന്നീട് നല്ല രീതിയിലുള്ള പ്ലാനിങ് ചെയ്യാൻ പറ്റും. മെഡിക്കൽ കോഡിംഗ് പോലെ ബയോളജിയുമായി ബന്ധപ്പെട്ട് ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട് കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് 1 വർഷം 2 വർഷം പിടിച്ചു നിൽക്കാനുള്ള ഒരു കാര്യമേ നൽകൂ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ എഡ്യൂക്കേഷനുമായി അലൈൻഡ്, അതായത് ഗ്രാജുവേഷനുമായി ഒരു രീതിയിലും ബന്ധപ്പെടാത്തത് കൊണ്ട് തന്നെ ആ ഒരു ബെനിഫിറ്റ് ലോങ് ടേമിൽ ലഭിക്കില്ല എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.